എല്ലാവർക്കും ന്യൂസ് ബസ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമീബിയക്കെതിരായ ലോകകപ്പ് മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടി പാകിസ്ഥാനെ സൂപ്പർ 8ലേക്ക് നയിച്ചതിനു പിന്നാലെ 150 കോടി ഇന്ത്യക്കാരുടെ ചോര തിളപ്പിക്കുന്ന അതിരൂക്ഷമായ വെല്ലുവിളിയുമായി പാക് ഓപ്പണർ സാഹിബ് സാദ ഫർഹാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബ് മൈതാനത്ത് നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു ഫർഹാന്റെ ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഘയുടെ തീരുമാനം അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു പിന്നീട് മൈതാനത്ത് കണ്ടത്. തുടക്കത്തിൽ അല്പം ശ്രദ്ധയോടെ കളിച്ച ഫർഹാനും സയീം അയൂബും കളം മനസ്സിലാക്കിയതോടെ ഗിയർ മാറ്റുകയായിരുന്നു. സയീം അയൂബ് 14 റൺസ് എടുത്ത് മടങ്ങിയെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൽമാൻ സ്പിന്നർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് വെറും 23 പന്തിൽ 38 റൺസ് അടിച്ചുകൂട്ടി. മറുവശത്ത് സംഹാര രൂപം പൂണ്ട ഫർഹാൻ ജാക്ക് ബ്രസലിന്റെ ഓവറിൽ ഉൾപ്പെടെ ബൗണ്ടറികൾ വാരിക്കൂട്ടി വെറും 32 പന്തിൽ അർദ്ധ സെഞ്ചുറിയും പിന്നീട് 56 പന്തിൽ 11 ഫോറുകളുടെയും 4 പടുകൂറ്റൻ സിക്സറുകളുടെയും അകമ്പടിയോടെ തന്റെ സ്വപ്ന സെഞ്ചുറിയും പൂർത്തിയാക്കി. അവസാന ഓവറുകളിൽ 22 പന്തിൽ 36 റൺസുമായി ഷദാബ് ഖാനും ആഞ്ഞടിച്ചതോടെ പാകിസ്ഥാൻ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. ഈ കൂറ്റൻ ലക്ഷ്യത്തിനു മുന്നിൽ പകച്ചുപോയ നമീബിയൻ നിരയെ അക്ഷരാർത്ഥത്തിൽ പാക് ബൌളർമാർ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ഓപ്പണർമാരായ ലോറൻസ് സ്റ്റീൻക്യാമ്പും ജോൺ ഫ്രിലിംഗും പൊരുതാൻ ശ്രമിച്ചെങ്കിലും 9 റൺസ് എടുത്ത ഫ്രിലിംഗിനെയും റണ്ണൌട്ടിലൂടെ ലോഫ്റ്റി ഈറ്റനെയും പിന്നാലെ ക്യാപ്റ്റൻ ഇറാസ്മസിനെയും മടക്കി പാകിസ്ഥാൻ പിടിമുറുക്കി. 20 റൺസ് എടുത്ത അലക്സാണ്ടർ വോൾഷെങ്ക് മാത്രമാണ് അല്പമെങ്കിലും ചേർത്ത് നിന്നത്. ഷദാബ് ഖാനും ഉസ്മാൻ താരിഖും തീപ്പൊരി ബൌളിംഗ് പുറത്തെടുത്തതോടെ വെറും 17.3 ഓവറിൽ വെറും 97 റൺസിന് നമീബിയൻ ടീം കൂടാരം കയറി. എന്നാൽ ഈ വമ്പൻ വിജയത്തിന് ശേഷം മൈതാനത്ത് കണ്ടത് ഫർഹാന്റെ തീർത്തും ആക്രോശഭരിതമായ മറ്റൊരു മുഖമാണ്. സൂപ്പർ 8 തങ്ങളുടെ ആദ്യ പടി മാത്രമാണെന്നും കപ്പ് നേടാൻ തന്നെയാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ ഫർഹാൻ ഫൈനലിൽ ഇന്ത്യയെ നേരിടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി അത്യന്തം പ്രകോപനപരമായിരുന്നു. ഫൈനലിൽ ഞങ്ങളുടെ എതിരാളികൾ ഇന്ത്യയാണെങ്കിൽ ഇത്തവണ ഞങ്ങൾ പഴയ തെറ്റുകൾ ആവർത്തിക്കില്ല. വരും തലമുറകൾ പോലും ഓർത്തുവെക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണ ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നയാൾ യാതൊരു സങ്കോചവുമില്ലാതെ തുറന്നടിച്ചു. തങ്ങൾക്ക് ഇന്ത്യയോടോ ഓസ്ട്രേലിയയോടോ യാതൊരു ഭയവുമില്ലെന്നും വീഡിയോ അനാലിസിസിലൂടെ എതിരാളികളുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തി അവരെ മാനസികമായി തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഫർഹാൻ കൂട്ടിച്ചേർത്തു. മറുവശത്ത് ശ്രീലങ്കയോടേറ്റ നാണം കെട്ട പരാജയത്തിന് പിന്നാലെ ഓസ്ട്രേലിയൻ ക്യാമ്പിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. തങ്ങൾ വെറും പേരിന് മാത്രമായിരുന്നു ഓസ്ട്രേലിയ എന്നും എതിരാളികൾ റൺ റേറ്റ് ഉയർത്തുമ്പോൾ തന്ത്രങ്ങൾ മാറ്റുകയല്ലാതെ യാതൊരു ധൈര്യവും ടീം കാണിച്ചില്ല എന്ന് ഗ്ലെൻ മാക്സ്വെൽ രൂക്ഷമായി വിമർശിച്ചു. സമ്മർദ്ദത്തിൽ തകർന്നുപോകുന്ന മാനസിക ദൗർബല്യമാണ് ടീമിനുള്ളതെന്ന് തുറന്നടിച്ച മാക്സ്വെല്ലിനെ പിന്തുണച്ചുകൊണ്ട് ഈ തോൽവി സാങ്കേതികതയുടേതല്ല, മറിച്ച് ടീമിന്റെ തന്ത്രങ്ങളുടെയും ചിന്താഗതിയുടെയും പൂർണ്ണ പരാജയമാണെന്ന് സാക്ഷാൽ സ്റ്റീവ് സ്മിത്തും സമ്മതിച്ചു. ക്രിക്കറ്റ് ലോകം ഈ നാടകീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നാൽ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ അണിനിരക്കുന്ന അച്ചടക്കമുള്ളതും അജേയവുമായ ഇന്ത്യൻ പടക്ക് പാകിസ്ഥാന്റെ ഈ അഹങ്കാരത്തെയും പ്രതികാരദാഹത്തെയും മണ്ണോട് മണ്ണാക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ പിക് ചാലഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് യാതൊരു ഭയവുമില്ലാതെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.